नमस्ते। गजाननं भूतगणादिसेवितं कवित्वजम्बूफलसारभक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ॐ നമ്മൾ ഇന്ന് 13ാമത്തെ ശ്ലോകമല്ലേ ചൊല്ലേണ്ടത്, പഠിക്കേണ്ടത്? 12 വരെ പഠിച്ചു അല്ലേ? 12 വരെ പഠിച്ചു. 12 വരെ. സസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യുച്ചി ശംഖം ദഗ്നൗ പ്രതാപവാൻ. ഭീഷ്മര് ശംഖ് മുഴക്കുന്നത് വരെയാണ് നമ്മൾ സിംഹനാദത്തോടുകൂടിയുള്ള ശംഖഭേരി ഭീഷ്മര് ആദ്യമായിട്ട് ആ യുദ്ധകളത്തിൽ മുഴക്കി. അവിടം വരെയാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 13ാമത്തെ ശ്ലോകം. തതഃ ശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മൂലോ ഭവത്. നമുക്ക് ഓരോ ശ്ലോകത്തിന്റെ ഓരോ വാക്കുകൾ വീതം പഠിക്കാം. തതഃ എന്ന് പറഞ്ഞാൽ അതിനനന്തരം, അനന്തരം, അതിനുശേഷം. ഇവിടെ വന്ന് നിൽക്കുന്നു നമ്മള്. ഭീഷ്മ പിതാമഹര് സിംഹനാദം പോലെയുള്ള തന്റെ ശംഖ് മുഴക്കി. അങ്ങനെ യുദ്ധത്തിന്റെ ഒരു ഒരുക്കം അറിയിച്ചു. അതിനുശേഷം തതഃ അനന്തരം ശംഖാഃ ച. ശംഖാഃ എന്ന് പറഞ്ഞ ശംഖുകൾ ബഹുവചനമാണ്. ശംഖുകളും. ശംഖാഃ ച. ച മീൻസ് ആൻഡ് എന്നുള്ളതാണ് ഇവിടെ സംസ്കൃതത്തിൽ. ശംഖാഃ ച ശംഖുകളും. ഭേര്യഃ ച ഭേരികള്. ഓരോ കുഴലുകളും ഒക്കെ വെച്ച് ഊതത്തില്ലേ യുദ്ധത്തിന്റെ തുടക്കം അറിയിക്കാനായിട്ട്. അങ്ങനെ വാദ്യോപകരണങ്ങൾ പോലും യുദ്ധരംഗത്തുണ്ട്, ഇതൊക്കെ അറിയിക്കാനായിട്ട് യുദ്ധം തുടങ്ങുമ്പം. ഭേര്യാഹ ച അങ്ങനെ ഭേരികളും. പണവാനക ഗോമുഖാഹ ഓരോരോ വാദ്യോപകരണങ്ങളാണ് പറയുന്നത്. പണവാനക ഗോമുഖാഹ മൃദംഗങ്ങളും തപ്പട്ടകൾ ഇങ്ങനെ അടിക്കുന്നതൊക്കെ ഓരോരോ ഉപകരണങ്ങളാണ്. തപ്പട്ടകളും ഗോമുഖങ്ങളും ഓരോരോ വാദ്യോപകരണങ്ങളാണ്. ഗോമുഖങ്ങളും ഇതൊക്കെ പണവാനക മൃദംഗങ്ങളും തപ്പട്ട അതുപോലുള്ളവ. ഗോമുഖാഹ ഗോമുഖങ്ങളും. സഹസായേവ ഉടനെ തന്നെ ഒന്നിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇതെല്ലാം മുഴക്കുന്നത്. ഭീഷ്മര് മുഴക്കി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാ മനുഷ്യരും അവരുടെ കയ്യിലിരുന്ന ഓരോ വാദ്യോപകരണങ്ങളും അങ്ങ് മുഴക്കാൻ തുടങ്ങി. എല്ലാത്തിൻ്റെയും കൂടെ ശബ്ദം കൊണ്ട് ആകപ്പാടെ അന്തരീക്ഷം അങ്ങ് മുഖരിതമായി. സഹസായേവ എന്ന് പറഞ്ഞ് എല്ലാവരും ഉടനെ തന്നെ എല്ലാവരും ഒന്നിച്ച്. അഭ്യഹന്യന്ത അങ്ങനെ മുഴക്കപ്പെട്ടു. എല്ലാവരും ഒന്നിച്ച് എല്ലാവരാലും മുഴക്കപ്പെട്ടു. സഹ അങ്ങനെയുള്ള ആ ശബ്ദ അങ്ങനെയുള്ള ആ ശബ്ദം കൊണ്ട്. തുമുലഹ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, എങ്ങും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, അവിടെ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന. അഭവത് ആയിത്തീർന്നു. അങ്ങനെയുള്ള ആ ശബ്ദം അവിടെ അന്തരീക്ഷം മുഴുവനും തിങ്ങി നിറഞ്ഞു നിൽക്കത്തക്ക വിധത്തിൽ ആയിത്തീർന്നു. ആദ്യമേ ഒന്ന് ഭീഷ്മാചാര്യര് കൗരവ സൈന്യത്തിൽ യുദ്ധം അറിയിച്ചുകൊണ്ട് തന്റെ സിംഹനാദം പോലെയുള്ള ശംഖധ്വനി മുഴക്കി. അതാണ് കഴിഞ്ഞ 12ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്. അദ്ദേഹം അങ്ങോട്ട് മുഴക്കാൻ നോക്കിയിരുന്നു.
അതിന്റെ പുറകെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ശബ്ദ കോലാഹലമാണ് കൗരവപക്ഷത്തുണ്ടായത്. ഒരു ഡിസിപ്ലിനും ഇല്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരവരുടെ കയ്യിലിരുന്ന ശംഖുകളും തപ്പട്ടകളും ഗോമുഖങ്ങളും മൃദംഗങ്ങളും കുഴലുകളും എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് മുഴക്കി. എല്ലാത്തിൻ്റെയും കൂടെ ശബ്ദം കൊണ്ട് അന്തരീക്ഷമാകെ ഒരുമാതിരി ശബ്ദ കോലാഹലമായിട്ടാണ് ഭവിച്ചത്. ശബ്ദം എല്ലാ ദിക്കിലും അങ്ങ് തിങ്ങി നിറഞ്ഞ് ഭയങ്കര ഒരു ശബ്ദമായിട്ട് അവിടെ വലിയ ഒരു ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. തഥ ശങ്കാശ്ച ഭേര്യശ്ച ശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹ സൈവാഭ്യഹന്യന്ത സ ശബ്ദ സ്തുമുലോഭവത് അതാണ് ശ്ലോകം. ശ്ലോകത്തിന്റെ മുഴുവനായിട്ടുള്ള അർത്ഥം അതിനുശേഷം, അതായത് ഭീഷ്മരെ മുഴക്കിയതിനു ശേഷം ശംഖുകളും ഭേരികളും മൃദംഗങ്ങളും തപ്പട്ടകളും ഗോമുഖങ്ങളും ഉടനെ തന്നെ ഒന്നിച്ചു മുഴക്കി തുടങ്ങി. ആ ശബ്ദം എല്ലാ ദിക്കിലും തിങ്ങി നിറഞ്ഞതായി തീർന്നു. വളരെ ശബ്ദമായി, ഭയങ്കരമായ ശബ്ദമായി ആ യുദ്ധക്കളം മാത്രമല്ല എല്ലാ ദിക്കിലേക്കും ആ ശബ്ദം കുറെ നേരം വ്യാപിച്ചു നിന്നു. ഈ നമ്മൾ പാണ്ഡവർ ഓരോരുത്തരായിട്ട് അവരവരുടെ ശംഖ് മുഴക്കുന്ന കേൾക്കുമ്പോഴാണ് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്കിവിടെ ആദ്യമേ തന്നെ യുദ്ധക്കളത്തിൽ അണിനിരന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഭീഷ്മർ ഒരു ശബ്ദം മുഴക്കി, പുറകെ തന്നെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടായിരുന്ന വാദ്യഘോഷങ്ങളെല്ലാം എടുത്ത് ഒരുമിച്ച് അവരെല്ലാവരും കൂടെ അതെല്ലാം മുഴക്കി. അങ്ങനെ ആ ശബ്ദം കൊണ്ട് അവിടെ എല്ലാം അന്തരീക്ഷമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. 4 ദിക്കിലും ഈ ശബ്ദത്തിന്റെ മുഴക്കത്തോടുകൂടി നിൽക്കുന്നതാണ് 13ാമത്തെ ശ്ലോകം. ഈ ശ്ലോകം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ 14 കൂടി ഇന്ന് എടുക്കാം. ഈ 13 ഒന്നുകൂടെ ചൊല്ലാം. തത ശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത് തദ ശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. അതാണ് 13ാമത്തെ ശ്ലോകം. അത് അടുത്ത ശ്ലോകങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് അടുത്ത 2-3 ശ്ലോകങ്ങളോട് ചൊല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പാണ്ഡവ സൈന്യത്തിന്റെ ആ ഡിസിപ്ലിൻ. ഒരാൾ ശംഖനാഥം മുഴക്കി, അതിനു പുറകെ ഓരോരുത്തരായിട്ടാണ് ആ ശംഖനാഥങ്ങൾ. അതാ അന്തരീക്ഷമാകെ ഒരു ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ ശബ്ദങ്ങൾ കേൾക്കുമ്പം ആ അന്തരീക്ഷത്തിലൊക്കെ ഒരു നല്ല പോസിറ്റീവ് എനർജിയാണ് അവിടെ പ്രവഹിക്കുന്നത്. അതേസമയം ഇതെല്ലാവരും കൂടെ കൗരവ സൈന്യത്തിൽ ഭീഷ്മാചാര്യർ അങ്ങോട്ടൊരു ശംഖനാഥം മുഴക്കി, പുറമേ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം കൂടെ എടുത്ത് ഒറ്റ പ്രയോഗമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നമുക്കറിയാം, എത്ര മനോഹരമായ വാദ്യങ്ങളായാലും വാദ്യോപകരണങ്ങളായാലും അതിന്റെ താളക്രമത്തിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ശബ്ദ കോലാഹലമായിട്ട് മാറും അല്ലേ. അത് മനോഹരമായ ഗാനമായി മാറണമെങ്കിൽ അതിനെ മനോഹരമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിച്ച് അതിനൊരു സംഗീതം നൽകി ഇതിനെയൊക്കെ പ്രയോഗിക്കുമ്പോഴാണ് അതൊക്കെ മനോഹരമാകുന്നത്. അതെല്ലാം തോന്നുന്ന വിധത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് ഒറ്റ വിളിക്കുകയാണെങ്കിൽ, ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ശബ്ദ കോലാഹലമായിട്ട് അത് മാറും അല്ലേ. എന്തും നമ്മൾ ആ ഡിസിപ്ലിൻ, കുട്ടികൾക്ക് ഏറ്റവും വേണ്ട ഗുണമാണ് ഡിസിപ്ലിൻ. അത് അവരുടെ ജീവിതചര്യയാക്കി മാറ്റേണ്ട കാര്യമാണ്. ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഡിസിപ്ലിൻ.
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ഡിസിപ്ലിൻ, നമ്മളുടെ ദിനചര്യകളിൽ ഒരു ഡിസിപ്ലിൻ, നമ്മളുടെ ഓരോ പ്രവൃത്തികളിലും ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ ജീവിത വിജയത്തിന് വളരെയധികം ഉപകാരപ്പെടും. അത് വിജയം അവിടെ ഉണ്ടാകും. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അടുത്ത ഒരു ശ്ലോകം കൂടെ എടുക്കാം. തതഃ ശ്വേതൈർഹൈർയുക്തേ തതഃ ശ്വേതൈർഹൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രധത്മതുഃ ദിവ്യൗ ശങ്കൗ പ്രധത്മതുഃ തതഃ ശ്വേതൈർഹൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രധത്മതുഃ. തതഃ ഇവിടെയും അനന്തരം, അതിനുശേഷം. ഇപ്പൊ കൗരവരെല്ലാം കൂടെ അവരുടെ ശബ്ദങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ടാകുന്ന വാദ്യഘോഷങ്ങളെല്ലാം പ്രയോഗിച്ചു. അതിനുശേഷം തതഃ അനന്തരം ശ്വേതൈഹി ശ്വേതൈഹി വെളുത്ത, ശ്വേതം, ശ്വേതവർണ്ണം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വെളുപ്പിനാണ് പറയുന്നത്. വെളുത്ത ഹയൈഹി ഹയൈഹി കുതിരകളോട്, വെളുത്ത കുതിരകളോട് യുക്തേ കൂടിയ, വെളുത്ത കുതിരകളോട് കൂടിയ മഹതി മഹത് മഹതി എന്ന് പറഞ്ഞ വലിയ സ്യന്ദനേ, സ്യന്ദനം എന്ന് പറഞ്ഞ തേര്, സംസ്കൃതത്തിൽ സ്യന്ദനം തേര്. സ്ഥിതൗഹു സ്ഥിതൗ സ്ഥിതൗ ഇരിക്കുന്നതായ, അവിടെ ഇരിക്കുന്നതായ, സ്ഥിതി ചെയ്യുന്നവനായ, ഇരിക്കുന്നവരായ. മാധവഹ സ്ഥിതൗ എന്ന് പറഞ്ഞത് രണ്ടു പേരുണ്ട്. ഇംഗ്ലീഷിൽ സിംഗുലറും പ്ലൂറലും രണ്ട് വചനങ്ങളേ ഉള്ളൂ. പക്ഷെ സംസ്കൃതത്തിൽ മൂന്നുണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഇത് രണ്ടു പേർക്ക് ഉള്ളത്, രണ്ടുപേരിരിക്കുന്നത് കൊണ്ടാണ് സ്ഥിതവു എന്ന് പറഞ്ഞത്. സ്ഥിതാഹ എന്നല്ല പറഞ്ഞ്, ബഹുവചനമല്ല. സ്ഥിതഹ എന്നുമല്ല പറഞ്ഞ്, സ്ഥിതാഹ എന്നുമല്ല പറഞ്ഞ്, സ്ഥിതവു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്നവരായ. അപ്പം ഓർത്തോണം, അവിടെ രണ്ടുപേരിരിപ്പുണ്ട്. മാധവഹ കൃഷ്ണനും, മാധവഹ. പാണ്ഡവഹ, പാണ്ഡവഹ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അർജുനൻ. പാണ്ഡവഹ ച ഏവ, അങ്ങനെയുള്ള അർജുനനും, ച കൃഷ്ണനും അർജുനനും, ഏവ അവര് രണ്ടും. ദിവ്യവും ദിവ്യവും ദിവ്യങ്ങളായ, അവർ രണ്ടുപേരുള്ളത് കൊണ്ടാണ് അവിടെയും ദിവ്യവും എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ദിവ്യവും ദിവ്യങ്ങളായ ശംഖവും, ശംഖുകളെ, രണ്ട് ശംഖുകൾ, ശംഖുകളെ പ്രദത് മധുഹു, പ്രദത് മധുഹു മുഴക്കി. അവർ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം മുഴക്കി, ഒരുമിച്ചല്ല. ആദ്യം മുഴക്കുന്നത് ആരാണ്? പാണ്ഡവ സൈന്യത്തിൽ ഇനി ശംഖു, അവർ കൗരവരുടെ കഴിഞ്ഞു, കൗരവര് ശംഖനാഥം മുഴക്കി. അപ്പൊ അതിനെതിരെ നിൽക്കുന്ന പാണ്ഡവരും ഇനി ശംഖനാഥം മുഴക്കണം, അവരുടെ ചാൻസ് ആണ്. അവരുടെ ചാൻസ് വന്നപ്പം അവിടെ ആദ്യം ആരാ മുഴക്കിയെന്ന് നോക്കൂ. തതഹ അതിനനന്തരം ശ്വേതൈഹി വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിൽ രണ്ടുപേരിരുന്ന്, കൃഷ്ണനും പാണ്ഡവനും അർജുനനും ഇരുന്ന് അവരുടെ ദിവ്യങ്ങളായ ശംഖുകളെ പ്രത്യേകം പ്രത്യേകം മുഴക്കി. അതിൽ ആദ്യം മുഴക്കുന്നത് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. അവിടെ പാഞ്ചജന്യമാണ് മുഴക്കുന്നത്. കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് യുദ്ധകാഹളം അറിയിക്കുകയാണ്. അങ്ങനെ കൃഷ്ണൻ മുഴക്കിയതിന് ശേഷം അനന്തരം അതിനുശേഷമാണ് അർജുനനും മുഴക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം മുഴക്കുന്നത് ഭഗവാൻ ശംഖധ്വനിയാണ് പാണ്ഡവരിൽ നിന്ന് ആദ്യം വരുന്നത്. അതായത് അവരെ നയിക്കുന്നത് ഭഗവാനാണ്, ഭഗവാൻ നയിക്കുന്നതാണ്. പിന്നെ അർജുനന്റെ തേര്, അർജുനന് വെള്ളക്കുതിരയെ പൂട്ടിയ തേരാണ് ഏറ്റവും ഇഷ്ടം. വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിലാണ് അർജുനൻ യുദ്ധസന്നദ്ധനായിട്ട് പോകുന്നത്. വിരാട രാജ്യത്ത് അജ്ഞാതവാസത്തിന് കഴിയുമ്പോഴും അർജുനന് ഈ കൗരവരുമായ എല്ലാവരോടും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ട ഒരവസരം വന്നു. കൗരവർ എങ്ങനെയോ ഒരു ന്യൂസ് കിട്ടി, പാണ്ഡവരെല്ലാവരും വിരാട രാജ്യത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും അങ്ങനാണെങ്കിൽ അവരുടെ കള്ളി ഇപ്പം വെളിച്ചത്താക്കാം, അവരെ കണ്ടുപിടിച്ചെന്ന് നമുക്ക് പറയാം. വിരാട രാജ്യത്തെ ആക്രമിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പാണ്ഡവർ നോക്കിയിരിക്കത്തില്ല, അവർ വരും നമ്മളോട് യുദ്ധത്തിന്
എന്ന് പറഞ്ഞ് ഇവര് കൗരവരില് ഈ പറയുന്ന ഇപ്പൊ യുദ്ധമുഖത്ത് അണിനിരിക്കുന്ന ഇവരുടെ എല്ലാ നേതാക്കന്മാരും ഭീഷ്മർ, ദ്രോണർ, കർണൻ എല്ലാവരും ചേർന്നാണ് യുദ്ധത്തിന് പോകുന്നത്. അവരെ ഇത്രയും ധീരരായ യോദ്ധാക്കളെ എല്ലാം ഒറ്റയ്ക്കാണ് അർജുനൻ നേരിട്ട് വിജയിച്ചത്. അവരെല്ലാം പിന്തിരിഞ്ഞോടി പോവുകയാണ്. അവരെല്ലാം ഒറ്റയ്ക്കാണ് അർജുനൻ നേരിട്ട് വിജയിച്ചത്. അങ്ങനെയുള്ള അപ്പോഴും അവിടെ ഉത്തരൻ എന്ന് പറയുന്ന വിരാട് രാജ്യത്തിലെ രാജകുമാരനാണ് പോകുന്നത്. അർജുനൻ ഉത്തരന്റെ തേരാളിയായിട്ടാണ് പോകുന്നത്. പക്ഷെ ഉത്തരൻ പേടിച്ചു അപ്പൊ അങ്ങനെയുള്ള ഈ ഉത്തരനെ ധൈര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ഉത്തരനോട് പറഞ്ഞു, നീ പിന്തിരിഞ്ഞോടണ്ട, ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞ് വെള്ളക്കുതിരയെ കൂട്ടിയ തേരിലാണ് അന്ന് വന്നതും. അവിടെ ഉത്തരനെ തേരാളിയാക്കിയിട്ട് അർജുനനാണ് യുദ്ധം ചെയ്യുന്നത്. അർജുനന്റെ ഗാന്ധീപമൊക്കെ എടുത്തുകൊണ്ട് വന്ന് യുദ്ധം ചെയ്യുകയാണ്. അവരെ ഒളിപ്പിച്ച് വെച്ചെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വന്ന് അവരോട് യുദ്ധം ചെയ്ത് അങ്ങനെ ഒറ്റയ്ക്ക് വിജയം വരിച്ച അർജുനനാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഇനി അർജുനന്റെ ഓരോരോ നിരാശയും പ്രവൃത്തിയും ഒക്കെയാണ്. അർജുന വിഷാദ യോഗമാണ് ഇത് പഠിക്കുന്ന. അർജുനന്റെ സങ്കടങ്ങളും അർജുനൻ യുദ്ധം ചെയ്യാൻ വയ്യെന്നും പറഞ്ഞിരിക്കുന്നതും ഒക്കെയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭം നമ്മൾ ഓർക്കണം. ഒറ്റയ്ക്ക് ഇവരെയെല്ലാം ജയിച്ച അർജുനനാണ് ഇവിടെ യുദ്ധമുഖത്ത് വന്ന് നിൽക്കുന്നത്. അവിടെ ആദ്യം കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. അങ്ങനെ അത് അടുത്ത ഇതിലാണ് പറയുന്നത്. രണ്ടുപേരും ശംഖം മുഴക്കി എന്ന് മാത്രമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം മുതലാണ് അവർ ഓരോരോ അവരുടെ ശംഖിന്റെ പേരുകളും ഒക്കെ പറയുന്നത് ഇവിടെ. അപ്പം ഇതിന്റെ ശ്ലോകം മൊത്തം കൂടെ ഒന്ന് അർത്ഥം ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. അനന്തരം വെളുത്ത കുതിരകളോട് കൂടിയ വലിയ തേരിലിരിക്കുന്നവരായ ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുകളെ മുഴക്കി. അങ്ങനെയാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. തഥ ശ്വേതൈർഹൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. അങ്ങനെ അനന്തരം വെള്ളക്കുതിരയെ കൂട്ടിയ തേരിൽ ഇരുന്നു കൊണ്ട് ശ്രീകൃഷ്ണനും അർജുനനും അവരുടെ ശംഖങ്ങളെ മുഴക്കി. അതാണ് 14ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. കുതിരകൾക്കും തേരിനും ഒക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളിപ്പോ ഈ ഗീത ഇങ്ങനെ പഠിച്ചിട്ട് വന്ന് വലുതാകുമ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടെത്തിയാൽ മതി. അതിനൊക്കെ ഒരുപാട് അർത്ഥതലങ്ങൾ ആത്മീയതയുടെ തലത്തിലൊക്കെ ഒരുപാടുണ്ട്. അത് ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, നിങ്ങളോട് അതൊന്നും പറഞ്ഞാല് നിങ്ങൾക്ക് അത്രയൊന്നും ഗ്രഹിക്കാനുള്ള ഇതായില്ല. നിങ്ങൾ അതൊക്കെ തന്നെ ഇതെന്നും പഠിച്ച് അതൊക്കെ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളത് ഡെയിലി വായിച്ച് ഗീതയെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. നിങ്ങൾക്ക് അതിലേക്ക് എത്താനായിട്ട് പറ്റും. ഇതിപ്പോ നമുക്ക് ആവശ്യമുള്ള രീതിയിലാണ്, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലാണ് ഇതിനെ ഞാൻ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് പോകുന്നത്. സ്കൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഗീത നമ്മളെ എത്രത്തോളം സഹായിക്കും, നമുക്കവിടെ എന്തൊക്കെ ഗുണങ്ങൾ ഗീതയിൽ നിന്ന് പഠിക്കാം. ഭഗവാൻ പറയുന്ന വാക്കുകളാണ് ഗീത. ആ ഗീതയിൽ നിന്ന് ആർക്കും ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും നിൽക്കുന്നവർക്കും അതെങ്ങനെയാണേലും പ്രയോജനപ്പെടും എന്നുള്ളതിന് ഉള്ള ഒരു തെളിവുമാണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിനെ വിശദീകരിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒന്നുകൂടെ ശ്ലോകങ്ങൾ ചൊല്ലാം. തഥ ശങ്കാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മൂലോഭവത്. തഥ ശ്വേതൈർഹൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മധുഃ. ഇനി ഓരോരുത്തരായിട്ട് ചൊല്ലാറ് ഈ 2 ശ്ലോകങ്ങൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം ഗീത പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരണം. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ജീവിതത്തിൽ പിന്നീട് പ്രയോജനപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരിക്കലും നിങ്ങൾക്ക് ഇത്ര സമയം കളഞ്ഞു അവിടെ ഇരുന്നു കൊണ്ട് നിരാശപ്പെടേണ്ടി വരില്ല. അത് ഉറപ്പ് തരുകയാണ്. ഓക്കെ, അപ്പൊ ചൊല്ലും, ഓരോരുത്തരായിട്ട് ചൊല്ലിക്കോ. ആരാണ് ആദ്യം ചൊല്ലുന്നത്? ചൊല്ലിക്കോളൂ.
ततः शङ्खश्च भैर्यश्च पनवनाकगोमुखाः सहसैवाभ्यहन्यन्त स शब्दस्तु मुलोऽभवत्. വെരി ഗുഡ്. ഒന്നുകൂടെ ഉണ്ട്, ഒരു ശ്ലോകം കൂടെ. ततः श्वेतैर्युक्ते महती स्यन्दने स्थितौ माधवाः पाण्डवश्चैव दिव्यौ शङ्खौ प्रदमधुः. വെരി ഗുഡ്. അവിടെ മാധവാഹ എന്നില്ല, മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദദ്മധുഃ. മനസ്സിലായോ? നന്നായിട്ട് ചൊല്ലുന്നുണ്ട്. അടുത്ത ആരാണ്? ഞാൻ ചൊല്ലിക്കട്ടെ. ചൊല്ലുക. ततः शङ्खश्च भ्रेयश्च पनवानकगोमुखाः सहसैवभ्यहन्यन्त शब्दस्तु मिलोऽभवत्. ततः श्वेतैर्युक्ते महती स्यन्दने स्थितौ माधवा पाण्डवाश्चैव दिव्यौ शङ्खौ प्रतक्मतुः. വെരി ഗുഡ്. ഇനി ആരാണ്? തഥ ശങ്കാശ്ച ഭേര്യശ്ച. ചൊല്ലിക്കോളൂ. तथा संज्ञेश्च येयश्च പണവാനക ഗോമുഖാഃ. പണവാനക ഗോമുഖാഃ पनवानखगोमुखः സഹസൈവാഭ്യഹന്യന്ത. सहसैवं सैव्याभ्य ഹന്യന്ത. अन्यन्थ സ ശബ്ദസ്തുമുലോऽഭവത്. सप्तमुलो भवात् തുമുലോऽഭവത്. सुमो भवात्. വെരി ഗുഡ്. തഥ ശ്വേതൈർഘയൈർയുക്തേ. तथा शैवर्ययुक्ते ശ്വേതൈർഘയൈർയുക്തേ. തഥ तथा ശ്വേതൈർഘയൈർയുക്തേ शैवर्ययुक्ते മഹതി സ്യന്ദനെ സ്ഥിതൗ महति सन्ध्यने चित മാധവ പാണ്ഡവശ്ചൈവ माधव पाण्डयश्चैव ദിവ്യൗ ശങ്കൗ പ്രദദ്മധുഃ. दिव्यौ शङ्खौ प्रदत्तमहुः. വെരി ഗുഡ്. പഠിക്കണം, ചൊല്ലണം കേട്ടോ. ഇനി ആരാണ്? ഓക്കെ. തഥ ശങ്കാശ്ച ഭേര്യശ്ച. ततः शङ्खाश्च भैर्यश्च പണവാനക ഗോമുഖാഃ. तनवानक तनवानग ഗോമുഖാഃ गोमुखाः सहसैवाभ्य ഹന്യന്ത. अन्यन्त सशब्द തുമുലോऽഭവത്. मैम തുമുലോऽഭവത്. सुमुलो भव. തതഃ ശ്വേതൈർഹി तदश्वेदैर्हि യൈർയുക്തേ. यैर्युक्ते തതഃ ശ്വേതൈർഹയൈർയുക്തേ तदश्वेदैर्हि यैर्युक्ते മഹതി സ്യന്ദനെ സ്ഥിതൗ महदी सन्ध्यये स्थितौ മാധവ പാണ്ഡവശ്ചൈവ माधव पाण्डवश्चैव ദിവ്യൗ ശങ്കൗ പ്രദദ്മധുഃ. दिव्यौ शङ्खौ प्रदद्मधुः. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എന്നാ ഇന്നത്തെ നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവരും നന്നായിട്ട് ചൊല്ലി പഠിച്ചാൽ മതി. ഓക്കെ. നമസ്തേ.